ഇന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രപരമായൊരു കാര്യമാണ്, അഥവാ വുളൂഉമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നമ്മൾക്കൊക്കെ അറിയുന്ന സംഗതികളാണെങ്കിലും അശ്രദ്ധമായി പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. വുളുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി വുളൂ. വുളു ഇല്ലാതെ ഒരു നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായി വുളു ഉണ്ടായിരിക്കൽ അത് ഒരേ ഒരു കാര്യത്തിനാണ്, യാതൊരു വിട്ടുവീഴ്ചയില്ല. വുളു ഉണ്ടാകൽ നിർബന്ധമാണ്. അത് വുളു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ അതിന് വേറെ ചില സംവിധാനങ്ങളുണ്ട്, തയമ്മുണ്ട്, അങ്ങനെ പല രീതിയുണ്ട്. ഏതായാലും വുളുവില്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഏക കാര്യം അത് നമസ്കാരമാണ്. അതേത് നമസ്കാരം, ഫർദ് നമസ്കാരമാണെങ്കിലും സുന്നത്ത് നമസ്കാരമാണെങ്കിലും അതുപോലെ മയ്യത്ത് നമസ്കാരമാണെങ്കിലും ഏത് നമസ്കാരത്തിനും നിർബന്ധമായിട്ടുള്ള ഒന്ന് അത് വുളുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ടോയ്ലറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന്, വുളുവൊക്കെ ഇല്ലാത്തൊരവസ്ഥയിൽ പുറത്തേക്ക് വന്നപ്പോൾ, എന്നിട്ട് റസൂലുള്ള എന്തോ എടുത്ത് ഭക്ഷണം എന്തോ കഴിക്കുകയാണ് വുളുവില്ലാതെ. അപ്പൊ സഹാബാക്കൾ ചില ആളുകൾ ചോദിച്ചു, അലാ തതവല്ല, അല്ല നബിയെ വുളു എടുക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാറത്തു സലാത്തൻ ഫതവല്ല, ഞാൻ നിസ്കരിക്കാനൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കണില്ല, എന്നിട്ടല്ലേ വുളു എടുക്കേണ്ടത്. അഥവാ വുളു എടുക്കൽ നിർബന്ധമായിട്ടുള്ളത് നമസ്കാരത്തിനാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വുളു, നമസ്കാരത്തിൽ വുളു എടുക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഗുണം അത് പരലോകത്ത് വെച്ച് അവൻ കാണുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരലോകത്ത് ഞാൻ സുജൂദിൽ കിടക്കുന്നൊരു സന്ദർഭമുണ്ട്, അള്ളാഹുവോട് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് സുജൂദിൽ കിടക്കുന്നൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അതിൽ നിന്ന് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ എൻ്റെ ചുറ്റുഭാഗത്തും ധാരാളം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ഞാൻ കാണും. അപ്പോൾ സഹാബാക്കളിൽ ചില ആളുകൾ ചോദിച്ചു, അതെങ്ങനെയാ നബിയെ ഈ ജനസഞ്ചയത്തിൽ നിന്ന് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് പ്രത്യേകമായി എങ്ങനെയാണ് കാണാൻ കഴിയുക, അറിയുക, മനസ്സിലാകുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കഴിയും. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളു. എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ അവിടെ പ്രത്യേകമായ വുളു എടുത്ത ഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു വെളുത്ത നിറത്തോടു കൂടിയായിരിക്കും അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പോൾ വുളുവിൻ്റെ ഭാഗം ഇങ്ങനെ പ്രകാശിക്കുന്ന രീതിയിലുള്ള കുറേ മനുഷ്യന്മാരെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലാകും, ഇതൊക്കെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാകും എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പരലോകത്തെത്തുമ്പോൾ ഈ നമസ്കരിക്കാത്ത, വുളു എടുക്കാതെ അങ്ങനെ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഒരു അംഗമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര, ആ ഗണത്തിൽ പോലും എണ്ണപ്പെടാത്ത രീതിയിലാണ് ആ ആളുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വുളു എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു എടുത്ത ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ പ്രകാശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായ ഒരു ശോഭയോട് കൂടിയ രീതിയിലായിരിക്കും പരലോകത്ത് എൻ്റെ ഉമ്മത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് ആ വചനം ഇങ്ങനെ ഓതിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് വുളു എടുക്കണം, നിങ്ങളുടെ ശരീരത്തിൽ ആ ഭാഗങ്ങൾ ശരിയായ ശോഭയുള്ളതാക്കി മാറ്റാൻ, എത്രയും ശോഭയുള്ളതാക്കി മാറ്റാൻ സാധിക്കുമോ നിങ്ങളത് ചെയ്യണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. രണ്ടാമത്തെ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ പാപങ്ങൾ, ചെറുപാപങ്ങൾ കഴുകപ്പെടുന്നത് ഈ വുളു എടുക്കുന്നതിലൂടെ ചെറുപാപങ്ങൾ ഒരുപാട് കഴുകപ്പെടും.
റസൂലുള്ള അത് വിശേഷിപ്പിച്ചു. നിങ്ങൾ മുഖം കഴുകുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, ആ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും നിങ്ങൾ ചെയ്ത ചെറുപാപങ്ങൾ, പാപങ്ങൾ അതിങ്ങനെ ഇല്ലാതെയായിക്കൊണ്ട് പോകും, അതൊക്കെ മായ്ക്കപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോ കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ, അതുപോലെ മുഖം കഴുകുമ്പോൾ ഒക്കെ നമ്മളറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്ന ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ഇവിടെ കടന്നു പോകുന്നുണ്ടല്ലോ, അതൊക്കെ മായ്ക്കപ്പെടും. നമസ്കരിക്കുന്നത് കൊണ്ടും അത്തരം കുറേ കാര്യങ്ങൾ മായ്ക്കപ്പെടും. അങ്ങനെ ആരാധനാ കർമ്മങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുകൊണ്ട് നാം നേടുന്ന ഏറ്റവും വലിയൊരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പോരായ്മകളും അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ആരാധന നിർവഹിക്കുന്ന ആളുകളുടേത് അങ്ങനെ മാഞ്ഞ് മാഞ്ഞ് കുറേ ഇല്ലാതെയായി പോകും. അതൊന്നും നിർവഹിക്കാത്ത, നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവന്റെ അക്കൗണ്ടിൽ അങ്ങനെ അട്ടിയട്ടിയായി അവിടെ കൂടുന്നൊരവസ്ഥയാണ് മരിക്കുന്ന സമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലാ അദുല്ലുക്കും അലാ മാ യുകഫിറുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ നീക്കിക്കളയാനും അതുപോലെ നിങ്ങളുടെ സ്ഥാനം ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സഹാബാക്കള് പറയും നബിയെ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്ബാഗുൽ വുളൂഇ ഫിൽ മകാരിഹ്, നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാകുന്ന സമയത്താണെങ്കിലും ശരിയായ രീതിയിൽ ഒതു എടുക്കുക. ഒതു എടുക്കുമ്പോൾ ഒരു കാട്ടിക്കൂട്ടലല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒതു എടുക്കുക. പക്ഷെ അത് നല്ല തണുപ്പുള്ള സമയമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിൽ ആ തണുപ്പിനെ വകവെക്കാതെ തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ പൂർണ്ണമായ രീതിയിൽ ഒതു എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതെയാവുകയും നിങ്ങളുടെ സ്ഥാനം ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഒതു എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞതാണ് ഇസ്ബാഹുൽ വുദു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോന്നും എങ്ങനെ നമ്മൾ കഴുകണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ അത് നിർവഹിക്കണം. അതേത് സമയത്തായാലും. അല്ലാത്തതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി റസൂലുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു യുദ്ധവേളയിൽ ആളുകൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു സമയത്ത് വഴിയിൽ വിശ്രമിക്കുന്ന സമയം, അപ്പോ നമസ്കരിക്കാൻ സമയമായി, ആളുകൾ ഇങ്ങനെ ഒതുടുക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ പോയി. അപ്പൊ റസൂൽ അങ്ങനെ നോക്കുമ്പോൾ ചില ആളുകൾ ഒതുടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കാലിന്റെ മടമ്പിന്റെ ഭാഗമൊന്നും നനയണില്ല. അങ്ങനെ അലസമായി ആ രീതിയിൽ ഒതുടുക്കുന്ന ഒരവസ്ഥ കാണും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇവിടുന്ന് ദൂരെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ അസ്ബിഹു അൽ വുദു. ഒതു പൂർത്തിയായി അവയവങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ കഴുകണം. ഇല്ലെങ്കിൽ വെള്ളമെത്താത്ത അല്ലെങ്കിൽ വുളുവിന്റെ കഴുകൽ നിർബന്ധമായ ഭാഗത്ത് നിങ്ങൾ കഴുകാതിരുന്നാൽ അത് നരകത്തിന് വിട്ടുകൊടുക്കുന്നതായി മാറും. അതുകൊണ്ട് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, കാലിന്റെ മടമ്പ് ഭാഗം നിങ്ങൾ നരകത്തിനായി പോകരുത്. അതുകൊണ്ട് വുളു നിങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മൾ മുഖം കഴുകുമ്പോഴും അതുപോലെ തന്നെ മുട്ടുൾപ്പെടെ വുളു എടുക്കുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തൊക്കെ ആ പാദം ശരിയായ രീതിയിൽ നനയണം. അതുപോലെ മുട്ടുൾപ്പെടെ എന്ന് പറഞ്ഞാൽ കയ്യിന്റെ മുട്ട് നനയുന്ന രീതിയിലാണ് ആ സംഗതികൾ കൃത്യമായി ചെയ്യേണ്ടത്. അപ്പോ വുളുവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ അതിന്റെ ഘടകങ്ങൾ അത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതാണ് സൂറത്തുൽ മാഇദയിൽ 6-ാം വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ കുംതും ഇല സ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിന് നിന്നാൽ അല്ലെങ്കിൽ നമസ്കാരത്തിന് തീരുമാനിച്ചാൽ ഫഗ്സിലു വുജൂഹക്കും, ഒന്നാമതായി നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം. വൈദിയക്കും, നിങ്ങളുടെ കൈകൾ ഇലൽ മറാഫിഖ്, അത് നിങ്ങൾ മുട്ടുൾപ്പെടെ കഴുകണം. കയ്യിന്റെ മുട്ടുൾപ്പെടെ കഴുകണം. വംസഹു ബിർഊസിക്കും, തല നിങ്ങൾ തടവണം. അർജുലക്കും ഇലൽ കഅബൈൻ, അതുപോലെ നെരിയാണി ഉൾപ്പെടെ നിങ്ങളുടെ കാലുകളും നിങ്ങൾ കഴുകണം. തല തടവുകയും കാലുകൾ കഴുകുകയും ചെയ്യണം. അപ്പൊ ഇത്ര കൃത്യമായി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉണർത്തുന്ന ഒരു സംഗതിയാണ്. വുദു എടുക്കുമ്പോൾ ഈ അവയവങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ നെരിയാണി ഉൾപ്പെടെ കഴുകണം. അപ്പൊ കഴുകുമ്പോൾ നെരിയാണിന്റെ താഴെ മാത്രം വെള്ളം നിന്നാൽ പോരാ. അപ്പോ വർജുലക്കും ഇലൽ കഅബൈനി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നെരിയാണി ഉൾപ്പെടെ
തന്നെ അത് കഴുകണം. അതുപോലെ ഇലൽ മറാഫിഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മുട്ടുൾപ്പെടെ. അപ്പൊ അത് ഉദു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും അത്തരം സന്ദർഭങ്ങളിലൊക്കെ വളരെ അലസമായ രീതിയിൽ ഉദു എടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അവരാ സംഗതികൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത്തരം സംഗതികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന രീതി വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വേറെയും ധാരാളം ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദുവിന്റെ രൂപം അതിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹി എങ്ങനെയാണെന്ന് കൃത്യമായി ഇങ്ങനെ നമസ്കാരം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചതാണ്. നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ വരെ കയറി നിന്ന് ശരിക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, എന്നിട്ട് ഓരോന്നും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മുഖം കഴുകുക, അതുപോലെ തന്നെ കൈ മുട്ടുൾപ്പെടെ കഴുകുക, അതുപോലെ തല തടവുക, അതുപോലെ ഈ കാല് കഴുകുക. ഈ 4 സംഗതി ഇത് അനിവാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നമ്മുടെ വുദു രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായ വാജിബാത്തായ സംഗതിയാണ്. അതിന്റെ റുക്ന് എന്നാണ് അതിന് പറയാം. പിന്നെ അതിൽ 6 നിർബന്ധ ഘടകങ്ങളാണ് ഈ വുദുവിനുള്ളത്. അതിലൊന്ന് 4 ഇതന്നെ. 5ാമത്തെ സംഗതി ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെ ചെയ്യാം. അപ്പോ ആദ്യം കാല് കഴുകി പിന്നെ മുഖം കഴുകി അങ്ങനെ പറ്റില്ല. ആദ്യം ഈ പറഞ്ഞ രൂപത്തിൽ മുഖം കഴുകി, പിന്നെ മുട്ടുൾപ്പെടെ കൈ കഴുകി, പിന്നെ തല തടവി, പിന്നെ കാല് കഴുകുക. ആ ഓർഡർ ശരിയായ രീതിയിൽ പാലിച്ചുകൊണ്ട് തന്നെ പോകണം. പിന്നെ അത് തുടർച്ചയായി ചെയ്യണം. ദീർഘമായൊരു പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മുഖം കഴുകി പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് നിന്ന് പിന്നെ കൈ കഴുകി അങ്ങനെ പറ്റില്ല. അത് വുദു എടുക്കുക എന്ന് പറഞ്ഞത് അതിന്റെ തുടർച്ചയായി തന്നെ ചെയ്യണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ 6 അതിന്റെ നിർബന്ധ ഘടകങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള പല സംഗതികളും അത് അതിന്റെ നിർബന്ധമില്ലെങ്കിലും അത് സുന്നത്തായ റസൂലുള്ള പഠിപ്പിച്ച വുദുവിന്റെ രൂപമാണ്. അത് റസൂലുള്ള ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇങ്ങനെയാണ് അലി ബിൻ അബി ത്വാലിബിൽ ഒരിക്കൽ കുറച്ച് ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഗസല യദൈഹി സലാസൻ, തന്റെ കൈ 3 പ്രാവശ്യം കഴുകി, പിന്നെ തമൽമദ കൊപ്പിളിച്ചു, വസ്തൻ സറ മൂക്കിൽ വെള്ളം കയറ്റി അത് ചീറ്റി, പിന്നെ അങ്ങനെ നമ്മൾ സാധാരണ നമുക്കറിയുന്ന വുദുവിന്റെ ഭാഗങ്ങൾ ഒക്കെ 3 പ്രാവശ്യം ആ രീതിയിൽ ചെയ്തു. ആദ്യം വലത്തേത് ചെയ്തു, പിന്നെ ഇടത്തേത് ചെയ്തു. ആ രീതിയിൽ കൃത്യമായി നമ്മളത് ചെയ്ത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുദുവിന്റെ കാര്യത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതേ രീതിയിലാണ് നമ്മൾ പരമാവധി അങ്ങനെ തന്നെ വുദു എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വുദു എടുക്കല് പിന്നെ സുന്നത്തായ കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അപ്പോ വുദു എടുക്കൽ നിർബന്ധമായ സന്ദർഭം ഞാൻ പറഞ്ഞു, അത് നമസ്കാരത്തിന്റെ മാത്രമാണ്. വേറൊരു സമയത്ത് വുദു നിർബന്ധമല്ല. എന്നാൽ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കണം നല്ലതായി നമ്മളെ പഠിപ്പിച്ച കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇദാ അതാ അഹദുക്കും അഹ്ലു ഇദാ അതൈത മൽജഅക ഫതവല്ല വുദൂഅക ലിസ്സലാത്തി. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദു എടുത്ത് കിടക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ്. വുദു എടുത്ത് പോയി കിടക്കുക അത് നമ്മൾക്ക് പാലിക്കാൻ കഴിയുന്ന സംഗതിയാണ്. അത് പാലിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകമായ സുന്നത്തായി അതിന് പ്രത്യേകം പ്രതിഫലം കിട്ടുകയും ചെയ്യും, അതിലൊരു ബർക്കത്തും ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ പറഞ്ഞ സംഗതിയാണ് നിർബന്ധമായി കുളിക്കേണ്ട ഘട്ടത്തിൽ ജനാബത്ത് അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ മറ്റോ ഒക്കെയായി ഈ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ നിർബന്ധമായി കുളിക്കുമ്പോൾ ആദ്യം വുദു എടുക്കണം. ആദ്യം വുദു എടുക്കുക എന്നതിന് ശേഷമാണ് തലയിൽ മുഴുവൻ വെള്ളം ഒഴിച്ച് അവർ കുളിക്കുക ചെയ്യുന്നത്. വുദു എടുക്കുന്ന രീതി പ്രത്യേകമായ രീതിയാണ്. ആ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സംഗതികളുണ്ട്. പിന്നെ മറ്റൊന്ന് 3ാമത്തെ ഒരു സംഗതി റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും ഫല്യതവല്ല. ദേഷ്യം പിടിക്കാൻ ഒരു ദേഷ്യം കെട്ട് തലയ്ക്ക് കത്തിക്കയറുകയാണെങ്കിൽ വേഗം ഒന്ന് നിങ്ങൾ വുദു എടുക്കുക. എന്നാൽ നിങ്ങളുടെ ദേഷ്യം ഇത് ശമിക്കാൻ അതൊരു കാരണമായി മാറും. അപ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരു പടച്ചോനെ പേടിയും ബോധമൊക്കെ ഉണ്ടായി
ഒന്ന് ഒതെടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചിലപ്പം മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ബാക്കിയുള്ളവരോടൊക്കെ ഇത്തരത്തിങ്ങനെ കടിച്ചു പിടിച്ചുള്ള ദേഷ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് മനസ്സൊന്ന് സമാധാനമാകാവുന്ന രീതിക്ക് വേഗം പോയി ഒന്ന് ഒതുവെടുത്താൽ അതിലൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇദാ ഗളിബ അഹദുക്കും ഫല്യതവദ്ദ ഒതുവെടുക്കുന്ന മൂന്നാമത്തെ സന്ദർഭമാണ്. അതൊരു സുന്നത്തായ സംഗതിയാണ്, മുസ്തഹബായ സംഗതിയാണ്. നാലാമത്തെ സന്ദർഭം ഒരു ഇദാ അതാ അഹദുക്കും അഹ്ലുഹു സുമ്മ അറാദ അൻ യഊദ ഫല്യതവദ്ദ അത് കുടുംബജീവിതത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിൽ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ കൂടി ഏർപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് ഒതുവെടുത്ത് വന്നതിന് ശേഷം വീണ്ടും അവർക്ക് ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ രണ്ടിന്റെയും ഇടയിൽ ഒതുവെടുക്കുന്നത് ഒരു സുന്നത്തായ സംഗതിയാണ്. പിന്നെ അഞ്ചാമത്തെ സംഗതി ഈ വിഷയത്തിൽ ഉള്ളത് മയ്യത്ത് കുളിപ്പിക്കുക. മൻ ഗസല അൽ മയ്യത്ത് ഫല്യഗ്തസിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അവര് കുളിക്കുക എന്ന് പറഞ്ഞത് ഒരു സുന്നത്തായ സംഗതിയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ബന്ധുക്കളായ ആളുകളും അവരൊക്കെ മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്. മയ്യത്ത് നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ അത് സുന്നത്ത്, അതിലൊരു സുന്നത്തായ സംഗതിയാണ്. കുളിച്ചിട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. പക്ഷേ നല്ലത് ആ കുളിപ്പിച്ച ആൾ കുളിക്കുകയും വമൻ ഹമലഹു ഫല്യതവദ്ദ മയ്യത്ത് ചുമക്കുന്ന ആളുകൾ അവര് വുദു എടുക്കുകയും ചെയ്യുക. അതൊരു നല്ല കാര്യമാണ്, നിർബന്ധമുള്ള സംഗതിയല്ല, സുന്നത്തായ ഒരു സംഗതിയാണ്. അങ്ങനെ ആ സംഗതികളും നമ്മൾ ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ തരം സംഗതികളെ നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. പിന്നെ വുദു എടുക്കുന്ന സന്ദർഭം ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികളുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒന്നിപ്പോ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുദു എടുക്കണം എന്ന് ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വുദു എടുത്തിട്ടേ ഖുർആൻ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വുദു എടുത്തിട്ടേ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. അതൊക്കെ പണ്ഡിതാഭിപ്രായങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂല് അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം സ്വഹീഹായ വ്യക്തമായ പ്രമാണങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയല്ല വുദു എടുത്തിട്ടേ ഖുർആൻ തൊടാൻ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ വുദു എടുത്തിട്ടേ ഖുർആൻ നമ്മൾ ഓതാൻ പാടുള്ളൂ എന്നോ. അത് വളരെ അധികം വ്യക്തമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. അതുപോലെ വുദു എടുക്കല് കഴിയുമെങ്കിൽ വുദു എടുക്കല് നല്ലതാണ്. ഏറ്റവും നല്ലൊരു സംഗതിയാണ് വുദു എടുക്കല് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ. അത് നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേക ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. വുദു എടുത്തിട്ട് വേണം തവാഫ് ചെയ്യാനെന്ന് പറയേണ്ടത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വുദു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അവര് ഒന്നുകിൽ വുദു എടുക്കാൻ പറ്റുമെങ്കിൽ വുദു എടുക്കുക, അല്ലെങ്കിൽ തയമ്മം ചെയ്യുക. രണ്ടിനും സാധിക്കില്ലെങ്കിൽ സാരല്ല, അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാം. അതൊരു നിർബന്ധമായി വുദു എടുക്കേണ്ട ഒരു സംഗതിയല്ല. എന്നാൽ അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വുദു എടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ മറ്റൊരു സംഗതി, പിന്നെ രാത്രി ഉറങ്ങിയ ആൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സംഗതി. നേരത്തെ എഴുന്നേറ്റ് നേരത്തെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വ്യാപൃതരാകുകയാണെങ്കിൽ അതിലൊരു പ്രത്യേകമായ ബർക്കത്തുണ്ടാകും, അതിൽ നിങ്ങൾക്ക് സമയത്തിന്റെ ബർക്കത്തുണ്ടാകും. അതുപോലെ അത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു സംഗതിയാണ്. നേരത്തെ തന്നെ എഴുന്നേറ്റ് തന്റെ ജോലികളൊക്കെ നേരത്തെ തന്നെ ഉറങ്ങുക. അപ്പൊ സുബഹി നിസ്കരിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും കിടന്നുറങ്ങി പോകുക എന്നുള്ളതൊന്നും ഒരു ശീലമാക്കേണ്ട സംഗതിയല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിടന്നുറങ്ങണതിനെ പറ്റിയല്ല പറഞ്ഞത്. അതൊരു ശീലമാക്കി നമ്മൾ ചെയ്യേണ്ട സംഗതിയല്ല. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗോദയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് വേണ്ടത്. നമ്മൾ പുറത്തേക്ക് പോയി നമ്മളുടെ ജോലിയിൽ വ്യാപൃതരായി പോവുകയാണ് ചെയ്യുന്നത്. അതിന് വലിയ ബർക്കത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കളൊക്കെ അവര് വല്ല കച്ചവടത്തിനോ യാത്രക്കൊക്കെ പോവുകയാണെങ്കിൽ അവര് സുബൈക്ക് നേരത്തെ അത് പുറപ്പെടും. അപ്പോ പിന്നെ റസൂലുള്ള പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ ചെയ്യുന്നതിന് എപ്പോഴും ഒരു ബർക്കത്തുള്ളതായി മാറും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ റസൂലുള്ള ഉണർത്തിയ ഒരു സംഗതിയാണ്, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അവിടെ പിശാച് നിങ്ങളോട് ഇങ്ങനെ പറയും, ഉറങ്ങിക്കോ, സമയമായിട്ടില്ല, ഇനിയും ഉറങ്ങാൻ സമയമുണ്ട്, ഉണരാൻ ഇനി എന്തിനാ വെറുതെ ഉണരുന്നത് എന്ന രീതിയിൽ നമ്മുടെ മടി, അതൊരു പിശാചിന്റെ രൂപത്തിൽ നമ്മുടെ മടി പിന്നാലെ കൂടും. റസൂലുള്ള പറഞ്ഞു അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഉണർന്നു എന്ന് വിചാരിക്കും. എല്ലാ മനുഷ്യരും സാധാരണ രീതിയിൽ ഒരു നോർമൽ സമയത്ത് ഉറങ്ങുന്ന എല്ലാവരും സുബഹിയുടെ മുമ്പ് ഉണരും.
സുബൈന്റെ മുമ്പ് ഉണരാത്ത ഒരാളുണ്ടാവില്ല. സാധാരണ രീതിയിൽ ഒരു സാധാരണ സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ അവൻ സുബഹി പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവൻ ഏതായാലും ഉണരും. ഉണർന്നതിന് ശേഷം അവൻ വീണ്ടും അവിടെ കിടക്കാൻ അവനിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വീണ്ടും കിടക്കുന്നത് നിങ്ങൾ മാറ്റിയിട്ട് അള്ളാനെന്ന് ഓർത്തിട്ട് നിങ്ങൾ എഴുന്നേറ്റ് ഇതാ തവല്ല എന്നിട്ട് നിങ്ങളൊരു ഒതു എടുത്തു നോക്കൂ. ഒതു എടുത്തു കഴിഞ്ഞാൽ ഈ പിശാചിന്റെ കെട്ടിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയും. അതായത് അപ്പോ നിങ്ങൾക്ക് ഒതു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കന്റെ ആ ഉറക്കച്ചടവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതു എടുക്കാൻ പ്രേരിപ്പിച്ച ഒരു സന്ദർഭമാണ്. ഉറങ്ങിയിട്ട് നമ്മൾക്ക് ഉണരണോ എന്ന് വിചാരിച്ചിങ്ങനെ വീണ്ടും ഉറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വേഗം ഒരു ഒതു കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ സൗകര്യമായി മാറുമെന്ന് റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു ഫൈദ കാമ സല്ല എന്നിട്ട് 2 റക്അത്ത് അല്ലെങ്കിൽ കുറച്ച് നിസ്കരിക്കും കൂടി ചെയ്താലോ പിന്നെ അവൻ അന്ന് എല്ലാ അർത്ഥത്തിലും അവൻ ഈ പൈശാചികമായ ഇത്തരം സംഗതികളിൽ നിന്നൊക്കെ മുക്തമായി അവന്റെ ദിവസം തന്നെ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വൈല അസ്ബ ഹബീസൻ നഫ്സി കസ്ലാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കിടന്നുറങ്ങിയാൽ നേരം പുലരുമ്പോ ഒരു വളരെയധികം അലസനായിക്കൊണ്ടും വളരെ മോശമായ ഒരു രീതിയിലും ആയിരിക്കും അവന് ഉണർന്നാൽ അവന്റെ കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പിന്നെ ഒതു എടുക്കുമ്പോ മറ്റൊരു സംഗതി റസൂലുള്ളാഹി പറഞ്ഞു. ഒരു സഹാബി അദ്ദേഹം ഇങ്ങനെ സഅദ് എന്ന് പറഞ്ഞ സഹാബി ഒതു എടുക്കുന്നുണ്ട്. ഒതു എടുക്കുമ്പോ ധാരാളം വെള്ളം ഉപയോഗിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ ഹദ സിർഫി യാ സഅദ്, സഅദ് എന്താണ് ഇങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നത്, എന്താണ് ഇത്ര ദുർവ്യയം ചെയ്യണത്, എന്താണ് ഈ വെള്ളത്തെ പറ്റൂ? അപ്പൊ അദ്ദേഹം ചോദിച്ചു അഫിൽ വുദൂഇ സിർഫി യാ റസൂലല്ലാഹ്, ഈ വുദു എടുക്കുന്നിടത്തുണ്ടോ ഇങ്ങനൊരു അമിതം എന്ന പറഞ്ഞൊരു സംഗതി വുദു എടുക്കുന്നതിലുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാചകമാണ് പലരും പലപ്പോഴും മനസ്സിലാക്കിയതാണ്. നഅം വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്താണെങ്കിലും അവിടെ അമിതവും മിതവും എന്നത് അവിടെയുണ്ട്. ആവശ്യത്തിന് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ ചില സീസണുകളിലൊക്കെ നമുക്ക് വളരെ വെള്ളത്തിനൊക്കെ പ്രയാസം ഉണ്ടാകുന്ന സമയം സമയം ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ അത് നമുക്ക് അധികം അനുഭവപ്പെടാറില്ല എന്ന് മാത്രം. എന്നാൽ അത്തരം ഏത് സന്ദർഭത്തിലാണെങ്കിലും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ഒതു എടുക്കുമ്പോൾ അമിതമായി വെള്ളം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ ഒതു എടുക്കണം. അപ്പൊ ഒതു എടുക്കണേനൊക്കെ ഇപ്പൊ എന്താ, അതിലൊക്കെ ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വളരെ ഉഷാറായിട്ട് ഒതു എടുക്കുക എന്ന് വിചാരിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞ പോലെ ഒഴുകുന്ന പുഴത്തീരത്താണെങ്കിൽ പുഴയുടെ കരയിലാണെങ്കിലും അവിടെയും മിതമായി നീ എന്ത് ചെയ്യണം, മിതത്വം അവിടെയും പാലിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വുദൂവുമായി ബന്ധപ്പെട്ട സംഗതികളെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ശ്രദ്ധയോടുകൂടി അങ്ങനെ തന്നെ നമ്മൾ ഇത്തരം ഞാൻ ഉണർത്തിയ സംഗതികളിലൊക്കെ വുദൂവിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമസ്കാരത്തിന്റെ വിഷയത്തിൽ വുദൂയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമുക്ക് ധാരാളം നമ്മൾ അറിയുന്നതാണ്. അതിന് പകരമായിട്ടുള്ള വുദൂവിന് പകരമായിട്ടുള്ള തയമ്മും ഇതേ സംഗതികളൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ്. ഏതായാലും വുദു എടുക്കുന്നിടത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് സ്കൂളിലേക്ക് കുട്ടികളും മറ്റു മുതിർന്നവരും ഒക്കെ പല ആളുകളും ആ രീതിയിൽ തന്നെയാണ്. നമ്മളൊക്കെ തന്നെ പലപ്പോഴും അശ്രദ്ധമായി വുദു എടുക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. പല മുതിർന്ന ആളുകളും വളരെ ഗൗരവത്തോടു കൂടി വളരെ പ്രയാസത്തോടു കൂടി പറയാറുണ്ട്, എന്താപ്പാ വുദു എടുക്കണ രൂപം, ഇങ്ങനെയൊക്കെയാ വുദു എടുക്കല് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ആരാധനയുടെ ഒരു ഭാഗമാണ് വുദു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد. പിന്നെ വുദു എടുക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസം നമ്മളുടെ മുസ്ലിംകളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനെ ചില ആളുകൾ പറയും ഈ മനുഷ്യന്റെ തല തന്നെ ഉടലുമേൽ ഉണ്ടാകണോ വേണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ചില ആളുകൾ തല എത്ര പ്രാവശ്യം തടവണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ വലിയ ചർച്ച നടത്തുന്നത്. അത് മറ്റൊരു തലമാണ്.
മനുഷ്യന്റെ തല തന്നെ പോകുന്ന സമയത്ത് തല എത്ര പ്രാവശ്യം തടവണം എന്നുള്ളത് ആ അർത്ഥത്തിൽ അതിനെ നിസ്സാരമാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്നിനധികം ഗൗരവം കൂട്ടിയിട്ടോ കുറച്ചിട്ടൊന്നല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണ് നിർവഹിച്ചത് എന്നത് മറ്റുള്ള ആളുകളെ ധരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി പറയുന്ന സംഗതിയാണത്. കൈ എവിടെയാണ് കെട്ടേണ്ടത്, അല്ലാതെ കൈ കെട്ടുന്ന വിഷയത്തിൽ ഒരു അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സംഗതിയല്ല. അള്ളാഹുവിന്റെ റസൂല് നമസ്കരിക്കുമ്പോൾ കൈ കെട്ടിയിരുന്നത് അത് ഇന്ന സ്ഥലത്തായിരുന്നു, നെഞ്ചിന്റെ ഭാഗത്തായിരുന്നു. അങ്ങനെയാണ് ഹദീസുകളിൽ ഉള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ളത് അല സദ്രി, നെഞ്ചിന്മേൽ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് കൈ കെട്ടുന്നതിനെ പറ്റി മാത്രമാണ് ചില ആളുകൾക്ക് സംസാരിക്കാനുള്ളൂ എന്നൊക്കെ എക്സാജറേറ്റ് ചെയ്ത് വളരെ അതിശയോക്തിയോട് കൂടി ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ, ഇതൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ആളുകൾ, ഇത്തരം സംഗതികളൊന്നും വേണ്ട, ഇതൊക്കെ ഇപ്പൊ എന്താ വല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഒതുടുക്കുമ്പോ ഒരു ചെറിയൊരു ഭാഗം നനഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ ഇത്ര വരാനുള്ളത്? അള്ളാഹ് ഇപ്പൊ നമ്മളെ മനസ്സറിയില്ലേ, ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. തഖ്വ ഹാഹുന എന്നൊക്കെയല്ല അള്ളാഹു പറഞ്ഞത്. അവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ, കാലിന്റെ ഒരു അറ്റത്തൊരു മടമ്പിന്റെ ഒരു ഭാഗം നനഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചില ആൾക്കാരിങ്ങനെ വലിയ ഭൂതക്കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കണ എന്തിനാണ് എന്നൊക്കെ പല ആളുകളും ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ആ ഒരു നിലപാട് ശരിയായ നിലപാടല്ല. നമ്മൾ പരിശോധിക്കുന്നതും നമ്മൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംഗതിയും അള്ളാഹുവിന്റെ റസൂല് ഈ ആരാധനാകർമ്മം എങ്ങനെ നിർവഹിക്കണം എന്നാണ് നമ്മോട് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പരമാവധി അങ്ങനെ തന്നെ നിർവഹിക്കണം എന്നൊരു നിഷ്കർഷ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ തല തടവുന്ന വിഷയം, അതല്ലാതെ തല തടവലാണ് ഇവിടെ ഭയങ്കരമായൊരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രശ്നം എന്ന നിലക്കല്ല. അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിൽ തല തടവിയിരുന്നത് എങ്ങനെയാണ് എന്നത് വളരെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ള തല തടവിയ രൂപം. സുമ്മ മസഹ റഅസഹു ബിയദിഹി, അങ്ങനെ റസൂലുള്ള തന്റെ രണ്ട് കൈകൾ കൊണ്ടും തല തടവി. എങ്ങനെയാണത്? ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ, അത് ആദ്യം മുന്നിൽ രണ്ട് കൈയും മുന്നിൽ വെച്ചിട്ട് അത് പിന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ബദഅ ബി മുഖദ്ദമി റഅസിഹി, തന്റെ തുടങ്ങിയത് തന്റെ തലയുടെ മുൻഭാഗത്ത് നിന്ന് രണ്ട് കൈയും ഉപയോഗിച്ച് ഹത്താ ദഹബ ബിഹിമാ ഇലാ ഖഫാഹു, ആ രണ്ട് കൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരടി വരെ കൊണ്ടുപോയി. സുമ്മ റദ്ദഹുമാ, പിന്നെ പെരടീന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഇലൽ മക്കാനില്ലദീ ബദഅ മിൻഹു, എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഇത്ര കൃത്യമായിട്ട് അള്ളാന്റെ റസൂല് തല തടവിയ രൂപം നമുക്ക് ഒന്നല്ല ധാരാളം സഹാബിമാര് ഹദീസുകളിലൂടെ പറഞ്ഞു തരുമ്പോ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് ഞാനും അങ്ങനെ തന്നെ തല തടവണം എന്നാണ്. അതായത് രണ്ട് കൈ ഉപയോഗിച്ച് മുൻഭാഗത്ത് നിന്ന് പിൻഭാഗത്തേക്ക് നമ്മുടെ കൈകൾ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് പിന്നിൽ നിന്ന് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുവരാം. അങ്ങനെയാണ് തടവേണ്ടത്. പക്ഷെ അധികം ആളുകളും തടവുന്നത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മെല്ലെ തടവുന്ന രീതിയാണ്. അങ്ങനെ അതെങ്ങനെയാണ് നമ്മുടെ ഇടയിൽ വന്നത്? അത് വന്നത് ഷാഫിഈ മദ്ഹബിലൂടെ വന്നതാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം പ്രചാരമുള്ളതും ആളുകളൊക്കെ അവലംബിച്ചു പോകുന്നതും മിക്കവാറും ഷാഫിഈ മദ്ഹബ് പ്രകാരമാണ്. അപ്പൊ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാര് അവർക്ക് ഈ ഹദീസ് ലഭ്യമായിട്ടോ ലഭ്യമാകാതെയോ ആയിട്ടും അതുപോലെ തന്നെ തല തടവണം എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തല തടവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈമലൊന്നും അല്ല തൊട്ട് തലമല ഒന്ന് കൈ തൊട്ടാലും അത് തടവൽ തന്നെയാണല്ലോ എന്നൊക്കെയുള്ള ചില യുക്തിന്യായങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ ആ യുക്തിന്യായങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ തന്നെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മിൽ തന്നെ പെട്ട പല ആളുകളും തല തടവുന്നത്. അത് ശ്രദ്ധിക്കണം. തല തടവേണ്ടത് രണ്ട് കൈകളും ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ തല മുഴുവൻ തടവണം എന്നർത്ഥം. തല മുഴുവൻ തടവണം. അത് മുന്നിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോയി പിന്നെ പിന്നിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയി, അങ്ങനെയാണ് തല തടവേണ്ടതാണ് അതിന്റെ പൂർണ്ണത. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സംഗതി. പിന്നെ രണ്ടാമത് ആ വിഷയത്തിലുള്ളത് എത്ര പ്രാവശ്യം തടവണം എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം തടവണം അതും റസൂലുള്ള വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ ഇടയിൽ പല ആളുകളും 3 പ്രാവശ്യം തല തടവുന്നത് നമുക്ക് കാണാൻ കഴിയും.
3 പ്രാവശ്യം തല തടവുന്നതും ഈ പറഞ്ഞ രീതിയിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ തൊടുന്ന രീതിയാണ്. അതൊക്കെ ഷാഫി മദ്ഹബിലുള്ള മദ്ഹബിന്റെ അഭിപ്രായങ്ങളാണ്. ഹദീസുകളിൽ വന്നത് ഇമാം അലി ബിൻ അബി താലിബ് പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അലി ബിൻ അബി താലിബ് പറയാണ്, ഗസല യദൈഹി സലാസൻ, കൈ 3 പ്രാവശ്യം കഴുകി. സുമ തമദ്മല വസ്തൻസറ സലാസൻ, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. ഫമദ്മദ വനസറ മിനൽ കഫ്ഫി അല്ലദീ യഖുദു ഫീഹി സുമ്മ ഗസല വജ്ഹഹു സലാസൻ, പിന്നെ മുഖം 3 പ്രാവശ്യം കഴുകി. എന്നിട്ട് വഗസല യദഹുൽ യുംന സലാസൻ, പിന്നെ തന്റെ വലത്തെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം കഴുകി, ഈ മുട്ടുവരെയുള്ള ഭാഗം കഴുകി. വഗസല യദഹു ശിമാല സലാസൻ, പിന്നെ ഇടത്തെ കൈ 3 പ്രാവശ്യം റസൂലുള്ളാഹി കഴുകി. സുമ്മ ജഅല യദഹു ഫിൽ ഇനായി, പിന്നെ ആ വെള്ളം എടുത്തുകൊണ്ട് തന്നെ ഫമസഹ ബിറഅസിഹി മറത്തൻ വാഹിദതൻ, അങ്ങനെയാണ് ഹദീസുകളിലുള്ളത്. ഫമസഹ ബിറഅസിഹി, അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല തടവി, മറത്തൻ വാഹിദതൻ, 1 പ്രാവശ്യം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ 3 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 1 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ തല 3 പ്രാവശ്യം തടവുന്നത്? തല 3 പ്രാവശ്യം തടവുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ ഫമസഹ ബിറഅസിഹി മറത്തൻ വാഹിദതൻ. എന്നിട്ട് പിന്നെയും പറയാണ് സുമ്മ ഗസല റിജ്ലഹുൽ യുംന സലാസൻ, പിന്നെ 3 പ്രാവശ്യം തന്റെ വലത്തെ കാല് കഴുകി. റിജ്ലഹുൽ യുസ്റ സലാസൻ, ഇടത്തെ കാലും 3 പ്രാവശ്യം കഴുകി. സുമ്മ കാല, എന്നിട്ട് അലി ബിൻ അബി താലിബാണ് ഇത് കാണിച്ചു കൊടുക്കണേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ സറഹു അൻ യഅലമ വുളൂഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹുവ ഹാദാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ വുളു എടുത്തത് എന്ന് കാണാൻ ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അതിതാ ഞാൻ ഈ കാണിച്ചു തന്ന രൂപത്തിലാണ്. അപ്പൊ അങ്ങനെ വന്നൊരു സംഗതിയാകുമ്പോൾ നമ്മൾ എന്തിനാ പിന്നെ 3 പ്രാവശ്യം കഴിക്കണത്? ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കണം, അതിൽ നമ്മൾ ശ്രദ്ധ അതിലുണ്ടാകണം. 3 പ്രാവശ്യം എന്നുള്ളത് സഹീഹായ കുറ്റമറ്റ ഹദീസുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി വന്നിട്ടില്ല. ധാരാളം ഹദീസുകളിലൂടെ 1 പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തല തടവിൽ 1 പ്രാവശ്യമേ അത് ആവശ്യമുള്ളൂ. അതും നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു ദീൻ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ.